ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് അച്ഛൻ കെ.സി. ഉണ്ണി. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായതോടെ കൊലപാതകമാണെന്ന സംശയം ബലപ്പെട്ടതായി കുടുംബം പറയുന്നു. നിയമപോരാട്ടത്തിൽ ഇതുവരെ നീതി ലഭിച്ചില്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘത്തെ സംരക്ഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെയും സിബിഐയുടെയും ശ്രമമെന്നും പിതാവ് കുറ്റപ്പെടുത്തി. ആദ്യം പോലീസ്, പിന്നീട് ക്രൈംബ്രാഞ്ച്, ഒടുവിൽ സിബിഐ. അന്വേഷണം 3 തലങ്ങളിൽ നടന്നിട്ടും നിഗമനം ഒന്നു തന്നെ. 2018 സെപ്റ്റംബർ 25 വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും അപകടമരണത്തിന് വഴിവെച്ചത് ഡ്രൈവർ അർജുന്റെ അമിത വേഗതയും അശ്രദ്ധയും. പക്ഷേ ഈ നിഗമനങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന വിവരങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ അറസ്റ്റിലായതോടെ വ്യക്തമാകുന്നതെന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ. അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ, ധാരണയിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവന്റെ പേരിൽ. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് ക്രൈംബ്രാഞ്ചും സിബിഐയും അന്വേഷണം അട്ടിമറിച്ചതെന്നും ആരോപണം. ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണോ, അവരെ സംരക്ഷിക്കാനല്ല അവനെന്തിനാ വഴങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാലേ അറിയാവൂ എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാ പറയണേ. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായി കുടുംബത്തിന് ഒരു ബന്ധവുമില്ല. ഫോണിൽ വിളിച്ചാൽ പോലും അവർ പ്രതികരിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക്, പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശമൊന്നുമില്ല, വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. സിബിഐ കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിലും ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ച പുതുതായ കണ്ടെത്തലുകൾ ഒന്നുമില്ലെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ ആരോപണങ്ങളുമായി മറ്റ് ബന്ധുക്കളും രംഗത്തെത്തുകയാണ്. വിദഗ്ധമായി അപകടം ആസൂത്രണം ചെയ്ത് സ്വർണം പൊട്ടിക്കൽ നടത്താൻ അർജുന് കഴിയുമെന്ന് പെരിന്തൽമണ്ണ സംഭവത്തോടെ വ്യക്തമായതായി ബാലഭാസ്കറിന്റെ ബന്ധു പ്രിയ വേണുഗോപാൽ. ഒപ്പമുണ്ടായിരുന്ന ക്രിമിനലുകളെക്കുറിച്ച് അറിയാൻ ബാലുവിന് കഴിയാതെ പോയി. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി എന്തുകൊണ്ടാണ് ഈ ദുരൂഹതകളിൽ പ്രതികരിക്കാത്തതെന്ന് അറിയില്ലെന്നും പ്രിയ വേണുഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സ്വർണം തട്ടിക്കലോ അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലെന്ന് ടെക്നിക്കലി പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യത്തിന് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെന്നുള്ളത് വ്യക്തമായല്ലോ ഇപ്പോൾ ഈ ഒരു കേസോടുകൂടി. ഇതിനു മുൻപും അർജുന്റെ പേരിലുള്ള കേസുകളിൽ ആള് ഡ്രൈവർ ആയിരുന്നു, കവർച്ചാ സംഘത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ആയിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഹി സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് ഏരിയ, ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആക്സിഡന്റിൽ അർജുനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ്. പെരിന്തൽമണ്ണ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ബാലുവിന്റെ മരണത്തിനിടയാക്കിയ അപകടം സംബന്ധിച്ച് ദുരൂഹത ആവർത്തിച്ച് കുടുംബാംഗങ്ങൾ വീണ്ടും രംഗത്തെത്തുന്നത്. പൂന്തോട്ടം റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് അർജുന്റെ കുടുംബവുമായി ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും ബന്ധമുണ്ടായിരുന്നതെന്നും അർജുനെ ബാലുവിനൊപ്പം അയച്ചത് സ്വഭാവം നന്നാക്കിയെടുക്കാൻ ആയിരുന്നെന്നും ഗായിക കൂടിയായ പ്രിയ വേണുഗോപാൽ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ബാലഭാസ്കറിന്റെ കുടുംബവുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന പാലക്കാട് പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിലെ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിലാണ്, വളരെ ചെറുതിലെ മുതലേ അർജുനെ ആ രീതിയിൽ പരിചയമുള്ള ഒരു ആളാണ് ബാലഭാസ്കർ. അപ്പോൾ ബാലുച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി അഫെയർ ആണ്, ഒരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള കൺസിഡറേഷനാണ്. അപ്പോൾ ഈ കുട്ടിയെ നന്നാക്കണം, ഇങ്ങനെ വഴിതെറ്റി പോകുന്നു എന്ന് പറഞ്ഞ് ആ ഫാമിലി തന്നെ ബാലുച്ചേട്ടനെ ഏൽപ്പിച്ചു. ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ആരോപണ വിധേയരുടെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടായിരുന്നത് അച്ഛൻ ചോദ്യം ചെയ്തതോടെ ബാലുവിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കിവിട്ടെന്നും പ്രിയ ആരോപിച്ചു. CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തുടരന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം അർജുനെതിരായ ആരോപണങ്ങൾ CBI സംഘത്തെ നിയമപരമായി അറിയിക്കുമെന്നും പ്രിയ വേണുഗോപാൽ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.